my dear students, welcome back to Catalysis by Privishma. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 കെമിസ്ട്രി 5th ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. അതിലെ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാസ് ലോസ് നമ്മൾ പഠിച്ചു അല്ലേ? എന്തായിരുന്നു ഗ്യാസ് ലോസ്? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് റിമൈനിങ് ആയിട്ടുള്ള രണ്ടെണ്ണം തമ്മിലുള്ള റിലേഷൻ, അതാണ് ഗ്യാസ് ലോസിലൊക്കെ പറഞ്ഞിരുന്നത്. ഏതൊക്കെ ഗ്യാസ് ലോസ് ആണ് നമ്മൾ പഠിച്ചത്? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഗേ-ലൂസാക്സ് ലോ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഗ്യാസ് ലോസ് പഠിക്കുന്ന സമയത്ത് ഈ ഏതെങ്കിലും രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ പറഞ്ഞതല്ലാതെ അതിനൊരു പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്യാസ് ലോസിന് സാധിച്ചില്ല. അപ്പോൾ ഗ്യാസസിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് വന്നത്. കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസിന് പറയുന്ന മറ്റുള്ള പേരുകളാണ് ഡൈനാമിക് പാർട്ടിക്കിൾ മോഡലും അതേപോലെ തന്നെ മൈക്രോസ്കോപ്പിക് മോഡൽ ഓഫ് ഗ്യാസ് എന്നും. ഓക്കെ, ഫസ്റ്റ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പ്രപ്പോസ് ചെയ്യുന്നത് ബെർണോലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതിനുശേഷം മാക്സ്വെൽ, ബോൾസ്മാൻ, ക്ലോഷ്യസ് എന്നൊക്കെ പറയുന്ന സയൻറ്റിസ്റ്റ് ഇതിനെ മോഡിഫൈ ചെയ്യാണ് ഉണ്ടായത്. നെക്സ്റ്റ് നമുക്ക് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് നോക്കാം. 8 പോസ്റ്റുലേറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലത്തെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്, ഓൾ ഗ്യാസസ് കൺസിസ്റ്റ് ഓഫ് വെരി ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. ഓക്കെ, എല്ലാ ഗ്യാസസിലും ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ആ മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ് എന്ന്. ഓക്കെ, സെക്കൻഡ് പോസ്റ്റുലേറ്റ്, ദ മോളിക്യൂൾസ് ആർ മൂവിങ് വെരി ഫാസ്റ്റ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ until their direction is changed by collision with each other or with the walls of the container. ഈ ഗ്യാസിലുള്ള മോളിക്യൂൾസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അവ സ്ട്രെയിറ്റ് ലൈനിൽ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴാണ് മാറുന്നത്? ഈ മോളിക്യൂൾസ് തമ്മിൽ ഇത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് പരസ്പരം കൂട്ടിയടിക്കുകയോ അല്ലെങ്കിൽ ആ ഗ്യാസസിനെ എടുത്തിരിക്കുന്ന ആ ഒരു കണ്ടെയ്നറില്ലേ അതിൻ്റെ വാൾസുമായിട്ട് കൊളൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, അത്രയും നേരം ഇങ്ങനെ ഒരു കൊളീഷൻ നടക്കുന്നത് വരെ അവ ഫാസ്റ്റായിട്ട് എല്ലായിടത്തേക്കും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, തേർഡ് പോസ്റ്റുലേറ്റ്, മോളിക്കുലാർ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഓക്കെ, മോളിക്യൂൾസിൻ്റെ കൊളീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ആൻഡ് ദർ ഈസ് നോ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഡ്യൂറിങ് കൊളീഷൻ. ഓക്കെ, ഈ കൊളീഷൻ്റെ സമയത്ത് അവിടെ കൈനറ്റിക് എനർജിക്ക് ലോസ് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ദർ ഈസ് എൻ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. ഓക്കെ, എനർജിക്ക് ഒരു റീഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കാം. പക്ഷേ കൊളീഷൻ കാരണം മോളിക്യൂൾസിൻ്റെ എനർജി അവിടെ ലോസ് ചെയ്യുന്നൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റുലേറ്റ്, ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ് ഈസ് ഡ്യൂ ടു ദ കൊളീഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രഷർ എക്സേർട്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഈ ഗ്യാസ് മോളിക്യൂൾസ് പ്രഷർ എക്സേർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവയുടെ കൊളീഷനാണ്. ഓക്കെ, ഈ ഗ്യാസിനെ നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടെയ്നറിലെ ഈ കണ്ടെയ്നറിൻ്റെ വാൾസുമായിട്ട് ഈ ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്ന സമയത്താണ് ഈ ഗ്യാസ് മോളിക്യൂൾസ് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ, there is no intermolecular force of attraction between the gas molecules. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ബിറ്റ്വീനിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ അവ തമ്മിൽ ഒരു ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഗ്രാവിറ്റി ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ്. ഈ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിൽ ഗ്രാവിറ്റിക്ക് പ്രത്യേകിച്ചൊരു റോളൊന്നും ഇല്ല. ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ സോ സ്മോൾ, സോ
their volume are negligible when compared to the total volume of the gas. ഓക്കെ, ഒരു ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം എന്താണ്? അവയുടെ സൈസ് വെരി സ്മോൾ ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. The average kinetic energy of gas molecules is directly proportional to absolute temperature. ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ആബ്സലൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസിൻ്റെ പോസ്റ്റുലേറ്റ്സ്. നമുക്കറിയാം ഒരു ഗ്യാസിൽ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് മോളിക്യൂൾസിൻ്റെയും സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അവയുടെ സ്പീഡ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? പക്ഷേ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുത്താൽ ഈ മോളിക്യൂൾസിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ സ്പീഡിനെയാണ് നമ്മൾ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഗ്യാസിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അവയുടെ സ്പീഡ് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവയ്ക്ക് ഡിഫറെൻറ്റ് സ്പീഡായിരിക്കും. പക്ഷേ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുത്താൽ ഈ മോളിക്യൂൾസിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ സ്പീഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനെ നമ്മൾ മോളിക്കുലാർ വെലോസിറ്റിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ T1 ടെമ്പറേച്ചറിലുള്ള ഗ്രാഫാണ് ആദ്യം തന്നിരിക്കുന്നത്. T2 ടെമ്പറേച്ചറിലുള്ള ഗ്രാഫാണ് രണ്ടാമത്തെ ഗ്രാഫ്. ഓക്കെ, T2 ഗ്രേറ്റർ ദാൻ T1 ആണ്. ഓക്കെ, ഈ രണ്ട് കേസിലും വളരെ കുറച്ച് മോളിക്യൂൾസിന് മാത്രമാണ് സ്മോൾ സ്പീഡ് വരുന്നത്. അതേപോലെ തന്നെ വളരെ കുറച്ച് മോളിക്യൂൾസിന് മാത്രമാണ് ഹൈ സ്പീഡും വരുന്നുള്ളൂ. കൂടുതൽ മോളിക്യൂൾസിൻ്റെയും സ്പീഡ് എന്ന് പറയുന്നത് ഒരു നാരോ റീജിയൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഗ്രാഫിൽ ആ പീക്ക് വാല്യൂ ഇല്ലേ, അവിടെ വരുന്ന ആ ഒരു സ്പീഡിനെയാണ് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പീക്ക് റീജിയനിലാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ മോളിക്യൂൾസിൻ്റെയും സ്പീഡ് വരുന്നത് ഈ ഒരു നാരോ റീജിയനിലാണ്. ക്ലിയർ ആയല്ലോ? ഈ രണ്ടെണ്ണത്തിലും നമുക്ക് എന്ത് ഡിഫറൻസ് ആണ് കാണാൻ പറ്റുന്നത്? രണ്ട് കേസിലും ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ബട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഗ്രാഫ് കുറച്ചും കൂടിയും ബ്രോഡർ ആയിട്ട് മാറുന്നു. ഓക്കെ, പീക്ക് വാല്യൂ ഒന്നും കൂടി കുറഞ്ഞിട്ട് കുറച്ചും കൂടിയും ബ്രോഡർ ആയിട്ട് മാറുന്നു. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഹയർ ടെമ്പറേച്ചറിൽ ഗ്രാഫ് കുറച്ചും കൂടിയും ബ്രോഡൻ ആയി മാറും. ഓക്കെ, ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് രണ്ട് കേസിലും സെയിം തന്നെയാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമുക്ക് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ നോക്കാം. PV = 1/3 NMU². ഇതിനെയാണ് നമ്മൾ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൽ ഓരോ ടേംസും നോക്കാം. P എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ദി ഗ്യാസ്, V വോളിയം ഓഫ് ദ ഗ്യാസ്, N നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, M എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഗ്യാസ്, U എന്നുള്ളത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്. ഓക്കെ, ഇതിൽ അതായത് RMS വെലോസിറ്റി എന്ന് പറയും. ഇതൊക്കെയാണ് ഓരോ ടേംസും. ഓക്കെ, അപ്പോൾ എന്താണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ? PV = 1/3 NMU². പഠിച്ചു വയ്ക്കുക. ഓക്കെ, കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസിൻ്റെ പോസ്റ്റുലേറ്റ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സലൂട്ട് ടെമ്പറേച്ചർ എന്ന്. ഓക്കെ, അതിൻ്റെ ഡെറിവേഷനാണ് ഇത്. അത് ശരിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജീനെ എങ്ങനെ എഴുതാം? ½ mu² എന്ന് എഴുതാം. ഓക്കെ, U എന്നുള്ളത് വെലോസിറ്റി. ഓക്കെ, ദെൻ N നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അവയുടെ കൈനറ്റിക് എനർജി എന്താണ്? N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ½ NMU². ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ? ദെൻ ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ 3 കൊണ്ട് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 3 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക? 3/2 × 1/3 NMU² എന്ന് എഴുതി. നമ്മൾ പഠിച്ചു എന്താണ് ഗ്യാസസിൻ്റെ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്താണ്?
PV ഈക്വൽ ടു 1/3 NmU². അതല്ല ഇവിടെ 1/3 NmU² അല്ല ഇവിടെ ഉള്ളത്. സോ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം? PV എന്ന് എഴുതാം. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് N മോളിക്യൂൾസ് എന്തായിട്ട് മാറി? 3/2 PV ആയിട്ട് മാറി. ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV ഈക്വൽ ടു nRT ആണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് 1 ആവുന്ന കേസിൽ എന്ത് വരും? PV ഈക്വൽ ടു RT എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ PVക്ക് പകരം എന്ത് എഴുതാം? RT എന്ന് എഴുതാം. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് N നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ 3/2 RT എന്ന് എഴുതാം. ഈ 3/2 R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത് കിട്ടി. മനസ്സിലായോ? ഇന്ന് നമ്മൾ പഠിച്ചത് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് ആണ്. അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് കണ്ടു, കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ കണ്ടു, ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതും കണ്ടു. സിമ്പിളാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.